9 at 9 in 90 സെക്കൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. യുകെയിൽ നാളെ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യത. മെറ്റ് ഓഫീസ് യെല്ലോ വെതർ വാർണിംഗ് പുറപ്പെടുവിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് ലണ്ടൻ, സ്കോട്ട്ലൻഡ് ഉൾപ്പെടെയുള്ള യുകെയിലെ പല സ്ഥലങ്ങളിലെയും ന്യൂ ഇയർ ഈവ് സെലിബ്രേഷൻ ക്യാൻസൽ ചെയ്തതായി റിപ്പോർട്ടുകൾ. യാത്രാ വിമാനങ്ങളിലെ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇന്നലെ സൗത്ത് കൊറിയയിലുണ്ടായ വിമാന അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 180 ആയെന്ന് റിപ്പോർട്ടുകൾ. കാണാതായ മലയാളി വിദ്യാർത്ഥി സാന്ദ്രയുടെ മൃതദേഹം സ്കോട്ട്ലൻഡിൽ കണ്ടെത്തി. സന്തോഷ് ട്രോഫി സെമി ഫൈനലിൽ കേരള മണിപ്പൂരിനെ 5-1 തോൽപ്പിച്ചു. ബംഗാളുമായുള്ള ഫൈനൽ നാളെ. മലയാളി യുവാവ് അറസ്റ്റിൽ. യുകെയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതിനാണ് അറസ്റ്റ്. വിമാനയാത്രയിലെ ഹാൻഡ് ബാഗേജിന് നിയന്ത്രണം കൊണ്ടുവന്ന ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി. പരമാവധി ഒരു ഹാൻഡ് ബാഗേജ്, അതാണ് പുതിയ നിയമം വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇത് ബാധകമാണ് കേട്ടോ. മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അനുമതി നൽകിയെന്ന് റിപ്പോർട്ടുകൾ. ഷെങ്കൻ ഏരിയയിലേക്ക് 2 രാജ്യങ്ങൾ കൂടി. റൊമേനിയയും ബൾഗേറിയയുമാണ് ന്യൂ ഇയർ ദിനത്തിൽ ഷെങ്കൻ ഏരിയയിലേക്ക് ജോയിൻ ചെയ്യുന്ന 2 രാജ്യങ്ങൾ. നാളെ ലണ്ടനിൽ കാർമേഘം നിറഞ്ഞ കാലാവസ്ഥയായിരിക്കും. ടെമ്പറേച്ചർ 10-12 ഡിഗ്രി സെൽഷ്യസിനിടയിലായിരിക്കും.